പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനിയുടെ ഖബറടക്ക ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ടെഹ്റാനിൽ ശനിയാഴ്ചയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. ഇറാനിലെ ഖോമിലും നജാഫിലും ഉൾപ്പെടെ വിലാപയാത്ര കടന്നുപോകുന്നുണ്ട്. വ്യാഴാഴ്ച മഷാദിലാണ് ഖബറടക്കം നടക്കുന്നത്. സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ സുരക്ഷാ വലയമാണ് ഖമനിയുടെ സംസ്കാര ചടങ്ങുകളിൽ ഒരുക്കിയിരിക്കുന്നത്. 1000-ലേറെ ബസ്സുകൾ, മെട്രോ, ടാക്സി, താൽക്കാലിക അടുക്കളകൾ എന്നിവ സജ്ജം. സ്കൂളുകളും മോസ്കുകളും വിലാപയാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് നൽകും. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ സംസ്കാര ചടങ്ങായി മാറുകയാണ് ഖമനിയുടേത്. 6.5 കോടിയോളം രൂപയാണ് ടെഹ്റാനിലെ ജില്ലകൾക്ക് 3 ദിവസത്തേക്ക് മാത്രം അനുവദിച്ചിരിക്കുന്നത്. 150 കോടിയിലേറെ രൂപ ടെഹ്റാനിൽ മാത്രം ചെലവഴിക്കും. ഖോമിലും മഷാദിലും 50 കോടി രൂപ വീതവും നൽകി. ഇതിനു പുറമെ നജാഫിലെയും കർബലയിലെയും ചടങ്ങുകൾക്ക് പ്രത്യേക തുക. ഖബറടക്ക ചടങ്ങുകളിൽ ഖമനിയുടെ പിൻഗാമിയും പരമോന്നത നേതാവുമായ ആയത്തുള്ള മുജ്തബ ഖമനിയുടെ അസാന്നിധ്യം ചർച്ചയായി. പങ്കെടുക്കാതിരുന്നതിനെ തുടർന്ന് ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചുമുള്ള അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തമാവുകയാണ്. പരമോന്നത നേതാവായി ചുമതലയേറ്റ ശേഷം മാർച്ച് മാസത്തിലാണ് മുജ്തബ ഖമേനി പൊതുവേദികളിലെത്തിയിരുന്നത്. എന്നാൽ ഇസ്രയേലിന്റെ വധഭീഷണിയും മുജ്തബയുടെ സുരക്ഷയും കണക്കിലെടുത്ത് ചടങ്ങുകളിൽ നിന്ന് മാറി നിൽക്കാൻ നിർദ്ദേശം ലഭിച്ചെന്നാണ് കരുതുന്നത്. ടെഹ്റാനിലെ ഇമാം ഖമേനിയിൽ നടന്ന പ്രാർത്ഥനകളിൽ അലി ഖമേനിയുടെ മറ്റ് 3 മക്കൾ പങ്കെടുത്തിരുന്നു. ഫെബ്രുവരി 28-ന് ഖമേനി കുടുംബത്തിന്റെ വസതിക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ഇസ്രയേലും അമേരിക്കയും നടത്തിയ വ്യോമാക്രമണത്തിൽ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് അഭ്യൂഹങ്ങൾ. വ്യാഴാഴ്ച ആയത്തുള്ള ഖമേനിയുടെ ജന്മനാടായ മഷാദിലെ ഇമാം റിസ മസ്ജിദിൽ നടക്കുന്ന ഖബറടക്ക ചടങ്ങുകളിൽ മുജ്തബ ഖമേനി നേരിട്ടെത്തുമോ എന്നാണ് ആകാംക്ഷ. അതേസമയം ചടങ്ങുകളിൽ 1 കോടിയിലേറെ ആളുകൾ വിലാപയാത്രയിൽ പങ്കുചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചടങ്ങിനിടെ 3000 ആളുകളെങ്കിലും കൊല്ലപ്പെടുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതിനായി കുഴിമാടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. കൊടും ചൂടും തിക്കും തിരക്കും ആളുകൾ മരിച്ചു വീഴാൻ കാരണമാകും. ഇറാനിലെ രഹസ്യാന്വേഷണ ഏജൻസികളുടേതാണ് ഈ റിപ്പോർട്ടുകൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.